ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ളൊരു അതേ ടേസ്റ്റിലുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. ബട്ടർ നാന്, റൊട്ടി, പൊറോട്ട ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഈവൻ നമ്മുടെ ഗീ റൈസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ റൈസുകളുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചിക്കനാണ് കേട്ടോ. ഞാൻ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് എടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര ഇട്ടിട്ട് പിന്നെ ഞാൻ അതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് അത്ര ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. ഞാൻ പാകം നോക്കിയിട്ട് വീണ്ടും ഒഴിക്കാമെന്ന് കരുതിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1/2 കപ്പ് ഫുള്ളായിട്ട് ആവശ്യം വന്നിട്ടില്ല. ഇനി നമ്മളത് അടച്ച് മാറ്റി വെക്കുകയാണ്. ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മിനിമം. ഞാനൊരു അരമണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിന് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബട്ടർ എടുക്കാം. ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അതൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഒരു പീസ് ലെഗ് പീസ് മാത്രം ഞാൻ വലിയ പീസ് ആക്കി ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെറിയ പീസാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലെഗ് പീസ് ഇവിടെ ചുഹാൻക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനതിലിട്ടത്, അത്രയും വലുതാക്കി ഇട്ടത്. ബാക്കിയൊക്കെ ചെറിയ പീസാണ്. ഇനി അത് നമുക്ക് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ പാനിൽ തന്നെ അതിൽ തന്നെ ഓയിലും ബട്ടറും ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 സവോള കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് സോട്ടായി വന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. നല്ല മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 എണ്ണം വരെയൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം 10-15 എണ്ണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, അത്ര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. ആ ചിക്കൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളത് ഇളക്കി അടച്ച് വെക്കാം. ഉപ്പ് മറ്റുള്ളതിലൊക്കെ ഉപ്പുണ്ട്, ക്യൂബിൽ ഉപ്പുണ്ടായിരിക്കും. പിന്നെ സോസ് ഒഴിക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും ഇതൊക്കെ കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി വെക്കുകയാണ് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 1/2 മുതൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അരച്ച മിക്സ് നമ്മളിതാ പാനിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് നന്നായി കഴുകി ഒന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി തിള വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം ചിക്കൻ അതിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ആ ഗ്രേവിയിലൊന്ന് ചിക്കൻ മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം പിന്നെ നമ്മൾ
1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വരെ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒക്കെ ഒഴിക്കുമ്പോഴാണ്, അത്രയും ക്വാണ്ടിറ്റി ഒഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പരമാവധി നോക്കുക. ഇനി ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക്, ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം അത് ബൗളിലേക്ക് മാറ്റാൻ കേട്ടോ. ഇനി നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രഷ് ക്രീമും കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാൻ ബട്ടർ ചിക്കൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.